ഇന്ന് വന്നിട്ടുള്ളത് ഇതാ ഗിൽറ്റർ പേപ്പർ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഹെയർ ബാൻഡൊക്കെ മേക്ക് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ക്രിസ്മസ് ആണല്ലോ വരാൻ പോകുന്നത്. അപ്പോൾ ക്രിസ്മസ് ടൈമിലുള്ള കുറച്ച് ഹെയർ ബാൻഡൊക്കെയാണ് നമ്മൾ മേക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ ഒരു 10 രൂപേൻ്റെ പേപ്പർ വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു വരുമാനം ഉണ്ടാക്കാം, അതായത് ഈ ഒരു ക്രിസ്മസിന് ഈ ഒരു മറ്റേ ഹെയർ ബാൻഡൊക്കെ സെയിൽ ചെയ്തിട്ട് എങ്ങനെ ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനെ പറ്റിയൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക. പിന്നെ അതിന് മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ എൻ്റെ പേര് അശ്വതി എന്നാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ഗിൽറ്റർ പേപ്പറിൻ്റെ ബാഗിലത്തെ ആ ഒരു വശം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഒരു വൈറ്റ് കളറിൻ്റെ പേപ്പറിൽ, അതായത് എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു പേപ്പറിൽ ഞാൻ ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പായിരുന്നു ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അത് ജസ്റ്റ് നമുക്ക് അറിയുന്ന ആകൃതിയിൽ ജസ്റ്റ് ഫ്ലവറിൻ്റെ ഷേപ്പ് വരച്ച് കൊടുത്തിട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു ഗിൽറ്റർ പേപ്പറിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ആ ഒരു പേപ്പറിൻ്റെ ബാക്ക് വശത്താണ് കേട്ടോ ഇത് വരച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ വരച്ച് കൊടുക്കുകയാണ് ഇതേപോലെ ഒരു പെന്ന് ഉപയോഗിച്ചിട്ട് ആ ഒരു ഷേപ്പ്, ഫ്ലവറിൻ്റെ ഷേപ്പ് നമ്മൾ വരച്ച് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ ഒന്ന് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്യാനും വരക്കാനൊക്കെ ഭയങ്കര ഈസി ഉണ്ടോ, അങ്ങനെ വലിയൊരു പാടുള്ള പണിയോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പം നമുക്കിത് ഒരു വരുമാന മാർഗ്ഗം കൂടിയാണല്ലോ. അപ്പോൾ ഇതെങ്ങനെ സെല്ല് ചെയ്യുമെന്നുള്ള ഇതിൽ നമുക്ക് നേരിട്ട് കടയിലൊക്കെ കൊണ്ടു കൊടുത്താൽ ഒരു പക്ഷേ ഇതിന് പൈസ ഒക്കെ നമുക്ക് അങ്ങനെ കുറവായിട്ടേ കിട്ടും. പക്ഷേ അതേസമയം നമ്മൾ ഓൺലൈനായിട്ട് നമുക്ക് വാട്സപ്പ് ത്രൂ അല്ലെങ്കിൽ ഇൻസ്റ്റ വഴി അങ്ങനെയൊക്കെ നമുക്കിത് ഇതിൻ്റെ ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്തിട്ട് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് ക്രിസ്മസിൻ്റെ കുറേ ദിവസം മുൻപ് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെ ഒരു ഐഡിയ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരു ഏണിങ്സ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ ഹെയർ ക്ലിപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഓൺലൈനായിട്ട് സെല്ല് ചെയ്യുന്ന ഒത്തിരി പേരെ എനിക്കറിയാം കേട്ടോ. ഒത്തിരി പേരല്ല, കുറച്ച് പേരെങ്കിലും അറിയാം. അവർക്ക് സ്വന്തമായിട്ട് ഒരുപാട് പൈസ ഒന്നും ഏൺ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ചെറിയ ചെറിയ അവരവരുടെ ആവശ്യത്തിനുള്ള പൈസയൊക്കെ അതിലൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെ നടക്കുമോ, വാങ്ങാൻ ആളുണ്ടാകുമോ, പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചെറിയൊരു നമ്മൾ ഒരുപാട് പൈസയൊന്നും ആഗ്രഹിച്ചിട്ടല്ല എങ്കിലും നമുക്ക് ഒരു ഏർണിങ്സ് വേണമെന്നുള്ളത് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് ചെറിയ ചെറിയ എമൗണ്ടൊക്കെ നമുക്ക് ഈ ഒരു പോക്കറ്റ് മണി ആയിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട്, ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വാട്സപ്പ് ത്രൂ അല്ലെങ്കിൽ ഇൻസ്റ്റ, ഫേസ്ബുക്ക് അങ്ങനത്തെ സോഷ്യൽ മീഡിയ വഴിയിട്ട് ഒന്ന് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇത്രയും 4 ഫ്ലവേഴ്സ് ആയിരുന്നു കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ 4 ഉണ്ട്. ഒരെണ്ണം ഞാൻ ആദ്യമേ കട്ട് ചെയ്ത് വെച്ചതായിരുന്നു. ഇനി നമുക്ക് ഇത് ചെയ്യാനുള്ളത് ജസ്റ്റ് ഇതൊന്ന് ഹീറ്റ് ചെയ്തെടുക്കണം. അതായത് ഇതിൻ്റെ ആ ഒരു പുറം ഭാഗം ഉണ്ടല്ലോ, ഗിൽറ്റർ വരുന്ന ആ ഒരു ഭാഗം, അതാണ് നമ്മൾ ആ ഒരു പാർട്ടാണ് നമ്മൾ ചൂടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇസ്തിരിപ്പെട്ട് നന്നായിട്ട് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊരു പെന്ന് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇതിൽ ഓരോരോ ഫ്ലവറും അതിലേക്ക് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ജസ്റ്റ് അതെങ്ങനെയാണെന്ന് ഞാൻ പറയുമ്പോൾ മനസ്സിലാവില്ല കേട്ടോ, കാണുമ്പോൾ മനസ്സിലാവും. ഞാനിതാ പെന്നെടുത്തിട്ടുണ്ട്. ആ പെന്നോ പെൻസിലോ എന്തെങ്കിലും വെക്കുക. ജസ്റ്റ് അത് നമ്മൾ ആ കൈ കൊണ്ട് അവിടേക്ക് വെക്കുക. പിന്നെ നമ്മൾ ആ ഒരു പെന്ന് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ നടുക്കും പിന്നെ എല്ലാ വശങ്ങളായിട്ട് ജസ്റ്റ് ഇതേപോലെ ഇസ്തിരിപ്പെട്ടിയിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് മാറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു പുറംഭാഗം ഉണ്ടല്ലോ, ആ ഒരു പുറംഭാഗം ഇങ്ങനെ ഉള്ളിലേക്ക് തള്ളി വരും. എന്നിട്ട് അതൊരു പൂവൊന്ന് വിരിഞ്ഞ് വെക്കും പോലെ ആവും കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇതിലും കുറച്ചധികം സമയം വെക്കുന്ന ടൈമിൽ അത് നല്ലൊരു വിരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ഷേപ്പ് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ഫ്ലവേഴ്സും 4 ഫ്ലവേഴ്സും ഇതേപോലെ തന്നെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്താൽ ഫ്ലവർ നമ്മൾ ശരിക്കും ഒട്ടിച്ച് അല്ലെങ്കിൽ കട്ട് ചെയ്തതുപോലെ തന്നെ ഉണ്ടാകും. പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ കുറച്ചും കൂടി ഒരു ഒറിജിനാലിറ്റി അല്ലെങ്കിൽ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ചെയ്യുന്ന ടൈമിൽ എന്തായാലും കൈയൊക്കെ പൊള്ളാതെ നന്നായിട്ട് ശ്രദ്ധിക്കുക. എൻ്റെ കയ്യിൽ പൊള്ളിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇതിന് മുൻപും ഇതേപോലെ എന്തൊക്കെ ചെയ്ത ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ 4 ഫ്ലവറും ഞാൻ ഇതേപോലെ ചൂടാക്കിയിട്ട് വിരിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയ്യാനുള്ളത് ഹെയർ ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഹെയർ ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതിന് മുൻപേ ഇത് നമ്മുടെ ഒരു ചെറിയൊരു പീസ് കവർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് സംഭവം വെച്ചാൽ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു കവർ കിട്ടുമല്ലോ, ആ ഒരു കവറിൽ നിന്നും ഞാൻ കട്ട് ചെയ്തിട്ട് ഇത്രയും ചെറിയൊരു പീസ് എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഞാനത് ഹെയർ ക്ലിപ്പിലേക്ക് ഇതേപോലെ ഒന്ന് ചുറ്റി ഒട്ടിച്ച് കൊടുക്കുന്നത് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ ഒട്ടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫ്ലവർ ഡയറക്റ്റ് ഈ ഒരു ഹെയർ ബാൻഡിലേക്ക് ഒട്ടിച്ച് കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ ഇളകിപ്പോരും. അത് അവിടെ അങ്ങനെ നിൽക്കില്ല. ഗ്ലൂ ഗണ്ണ് കൊണ്ടാണ് ഒട്ടിക്കുന്നതെങ്കിൽ പോലും പ്ലാസ്റ്റിക്കും ഈ ഒരു ഫ്ലവറും നമ്മൾ ഒട്ടാൻ വേണ്ടിയിട്ട് നല്ല പ്രയാസമായിരിക്കും, പെട്ടെന്ന് തന്നെ ഇളകിപ്പോരും. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ ഈ ഒരു കവർ ഇതുപോലെ ജസ്റ്റ് ഒട്ടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെയാണ് ഞാൻ ഈ ഒരു ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇതൊരിക്കലും ഇളകിപ്പോരില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ ഇതൊരിക്കലും ഇളകിപ്പോരില്ല. അപ്പോൾ നിങ്ങൾ ഇത് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു കവറിന് പകരം നിങ്ങൾ കടയിൽ നിന്നും നല്ലൊരു ടൈപ്പ് ഇത് ഒരു കോട്ടിങ് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു കവർ ഉപയോഗിക്കാം, ആ ഒരു ഇത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ ഒരെണ്ണം ഉപയോഗിക്കാം.
ഈ ഒരു സംഭവം തുണീൻ്റെത് നല്ല തന്നെയാണ് കേട്ടോ. നമ്മുടെ തുണിയുടെ കവറാണല്ലോ, അപ്പോൾ അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലവറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ ഭംഗിയിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് മുത്തുകൾ ഉണ്ടായിരുന്നു, വൈറ്റ് കളർ, അതുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്രിസ്മസിൻ്റെ തീം, ആ കളർ തീം എന്ന് പറയുന്നത് തന്നെ ഈ റെഡും വൈറ്റും ആണല്ലോ മെയിനായിട്ടുള്ളത്. പിന്നെ ബ്ലാക്കും വരും. അപ്പോൾ റെഡും വൈറ്റും ആണ് മെയിനായിട്ടുള്ളത്. അപ്പം ഞാൻ അത് കുറച്ചും കൂടെ ഭംഗിയായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു ഫ്ലവേഴ്സിൻ്റെ മേലെ ഇതേപോലെ മുത്തും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഗ്ലൂഗൺ കൊണ്ട് ഒട്ടിച്ചതുകൊണ്ട് തന്നെ ഇതുപോലെ നൂല് പോലെ ഇങ്ങനെ വലിഞ്ഞ് നിൽക്കും. അതൊക്കെ നമ്മൾ പറിച്ചെടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് ഇതായിരുന്നു. ഇനി എൻ്റെ വീഡിയോയ്ക്ക് ചെറിയ രീതിയിൽ ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ, കാരണം ഞാൻ നൈറ്റായിരുന്നു ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം എന്തായാലും ഇത് എടുത്തതല്ലേ, അപ്പോൾ എടുത്ത ഉടനെ ഞാൻ ജസ്റ്റ് എൻ്റെ മോനെ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തു. അപ്പോൾ എനിക്കിത് കുത്തി കൊടുക്കാൻ കുട്ടികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവന് ജസ്റ്റ് വെച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ട് അവന് വെച്ച് കൊടുത്തു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഹെയർ ക്ലിപ്പിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കുറച്ച് ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ തവണ ഈ ഒരു ക്രിസ്മസിൻ്റെ കുറച്ച് ഏണിങ്സൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള വെസ്റ്റ് മെറ്റീരിയൽ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് ക്രാഫ്റ്റും കൂടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. ബൈ, സീ യു.